എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾ കാത്തിരുന്ന വാർത്ത വന്നു. റിസൾട്ട് ഉടൻ. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് മുൻപേ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ 10 പേർ പോലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരവസ്ഥയാണ്. സുഹൃത്തുക്കളെ, അത് മാറണം. പ്രിയ വിദ്യാർത്ഥികളെ, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്ന വളരെയധികം വീഡിയോസ് ഈ ചാനലിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇനിയും വന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇനി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. +1 റിസൾട്ട് 2024 വിദ്യാർത്ഥികൾ കാത്തിരുന്ന വാർത്തയാണ്. റിസൾട്ട് എപ്പോൾ വരുമെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, റിസൾട്ട് ഉടൻ വരുമോ എന്നൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾ നിരന്തരമായും കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സിലാണ് കൂടുതലും. +1 എന്താണ്, +1 കാര്യം മാത്രം എന്താണെന്ന് നിങ്ങൾ പറയാത്തതെന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +1 കാര്യത്തിൽ ഇതുവരെയും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. +1 റിസൾട്ടിൻ്റെ പ്രസിദ്ധീകരിക്കാനുള്ള വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ +1 അടക്കം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ റിസൾട്ട് ജൂൺ ഓർ ജൂലൈ എന്ന് മാത്രമേ നമ്മൾക്ക് ഇപ്പോൾ ഒരു അറിയിപ്പ് നമുക്ക് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ പറ്റൂ. കാരണം കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് +1 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഈ വർഷം നമുക്കൊരു ജൂൺ ജൂലൈ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ മെയ് മാസത്തിലോ അതോ ജൂണിലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളുമൊക്കെ വിദ്യാർത്ഥികളെ അതാത് സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ +1 റിസൾട്ടിൻ്റെ കാര്യം സംബന്ധിച്ച് യാതൊരു അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ +1 റിസൾട്ട് സംബന്ധിച്ച് ഇതുവരെയും ഒരറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വസ്തുത. അപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ 15-ആണ് റിസൾട്ടിൻ്റെ ഔദ്യോഗികമായി വന്ന ഡേറ്റ്. അപ്പോൾ ഈ വർഷം ഏതാണ്ട് ആ ടൈമോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾ പ്രതീക്ഷ മതിയെങ്കിൽ പോലും ചിലപ്പോൾ നേരത്തെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. കാത്തിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരുമേ കാണാം. അതുവരേക്കും ബൈ.